ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെത്തി. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി വിൽമിംഗ്ടണിലെ ഡെലവെയിൽ ഇന്ന് രാത്രി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ക്വാഡ് ഉച്ചകോടി, സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ തുടങ്ങിയവയിൽ ശ്രീ മോദി പങ്കെടുക്കും. ക്വാഡ് കൂട്ടായ്മയുടെ 6ാമത് ഉച്ചകോടിയാണ് ഡെലവെയിൽ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ആരംഭിക്കുന്നത്. ഉച്ചകോടിക്ക് ശേഷം ന്യൂയോർക്കിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും യുഎസ് കമ്പനി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയിലെ രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. വയനാട് ദുരിതാശ്വാസ ചെലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദഗ്ധർ തയ്യാറാക്കിയ മെമ്മോറാണ്ടം മാധ്യമങ്ങൾ തെറ്റായി അവതരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മെമ്മോറാണ്ടത്തിൽ ഉള്ളത് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പ്രതീക്ഷിത ചെലവാണെന്നും വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവൃത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പാക്കാനും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് മഹാസമാധി ദിനം നാടെങ്ങും വിപുലമായി ആചരിച്ചു. മഹാസമാധി ദിനത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിൽ സംഘടിപ്പിച്ച സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ പ്രിയ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് വിട ചൊല്ലി നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നു. നിരവധി പേരാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വീട്ടിലും പൊതുദർശനം നടന്ന കളമശ്ശേരി ടൌൺഹാളിലും എത്തിയത്. മുതിർന്ന സിപിഐഎം നേതാവും മുൻ എംപിയുമായ എം ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. 1980 മുതൽ 1984 വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന 6 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെ 74 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. എംപോക്സ് സംശയത്തെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇന്നലെയാണ് യുവതിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. എംപോക്സ് കേസുകൾ ആഫ്രിക്കയിൽ ഉടനീളം വർദ്ധിക്കുന്നതിനാൽ ദക്ഷിണ സുഡാനിൽ ലോകാരോഗ്യ സംഘടന നിരീക്ഷണം ശക്തമാക്കി. ഈ വർഷം ജനുവരി മുതൽ ആഫ്രിക്കയിൽ 29,152 എംപോക്സ് കേസുകളാണ് രേഖപ്പെടുത്തിയത്. കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നാളെ വൈകിട്ട് നടക്കും. തൃശൂർ വിയൂരിലെ കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കും. നാവികസേനയുടെ അടുത്ത മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു. നിലവിൽ നാവികസേനയുടെ ഉപമേധാവിയാണ് അദ്ദേഹം. യുവാക്കൾക്കിടയിൽ പുകയില ഉപയോഗം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്രം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായാണ് ചീഫ് സെക്രട്ടറിമാർക്ക് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും മാനുവലും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയ വാഹനത്തിന്റെ ഭാഗങ്ങൾ അർജുൻ ഓടിച്ച ട്രക്കിന്റേത് അല്ലെന്ന് ലോറി ഉടമ വ്യക്തമാക്കി. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് 515 റൺ വിജയലക്ഷ്യം. 3ാം ദിനം വെളിച്ചക്കുറവ് മൂലം നേരത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണം ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 6,960 രൂപയും പവന് 600 രൂപ കൂടി 55,680 രൂപയുമായി. കോട്ടയം ജില്ലയിലെ എരുമേലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ IP ബ്ലോക്ക് നാളെ മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. 24 മണിക്കൂർ OP സേവനം സ്വീകരിച്ച OP ഫാർമസി ആധുനിക കണ്ണ് പരിശോധനാ ഉപകരണങ്ങളുടെ പ്രവർത്തനവും മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.